ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര ബജറ്റ് സ്വാഗതാർഹമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. എന്നാൽ റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് ഇല്ലാത്തതിൽ നിരാശയും കോഴിക്കോട് ചേർന്ന ബജറ്റ് അവലോകന യോഗത്തിൽ പങ്കുവച്ചു. മൂന്നാം മോദി സർക്കാരിന്റെ കന്നി ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ചരിത്രപരമായ തീരുമാനമുണ്ടാകുമെന്ന് രാഷ്ട്രപതിയും ജനപ്രിയ ബജറ്റാകുമെന്ന് സാമ്പത്തിക സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുൻകൂട്ടി അഭിപ്രായപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ സാധാരണക്കാർക്ക്, പ്രത്യേകിച്ചും വ്യാപാര വ്യവസായ നിർമ്മാണ മേഖലയ്ക്കും കേരളത്തിനും പ്രതീക്ഷിച്ച ഗുണങ്ങൾ ഉണ്ടായില്ലെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചേർന്ന വിവിധ സംഘടനകളുടെ ബജറ്റ് അവലോകന യോഗം വിലയിരുത്തി. യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയാർ സി ചാക്കുണ്ണി അധ്യക്ഷനായിരുന്നു. കാർഷിക മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും തൊഴിലില്ലായ്മയ്ക്കെല്ലാം ഒരുപാട് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വ്യാപാരി വ്യവസായ സമൂഹത്തെ സംബന്ധിച്ച് ആശാവഹമായ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പരിഗണന വെച്ച് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്തപ്പോൾ 24,000 കോടിയുടെ പദ്ധതി ആവശ്യം വളരെ നേരത്തെ, മുൻകാലങ്ങളിൽ വിപരീതമായിട്ട് വളരെ നേരത്തെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ കേരള ധനമന്ത്രിയും സർക്കാരും കേന്ദ്ര ധനമന്ത്രി എത്തിച്ചെങ്കിലും അതിനൊരു പരിഗണന ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഏറെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന എയിംസ്, തുരങ്കപാത അങ്ങനെ കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചായിട്ട് കാണുന്നില്ല. റെയിൽവേ ഫണ്ടെല്ലാം റെയിൽവേ ബഡ്ജറ്റ് വളരെ പ്രധാനത്തോട് വരികയായിരുന്നു. റെയിൽവേക്ക് എന്ത് കിട്ടിയതെന്ന് നമുക്ക് ഇതുവരെ അറിവ് ലഭിച്ചിട്ടില്ല. റെയിൽവേ ബഡ്ജറ്റില്ലാതെ തന്നെ ഒരു പോരായ്മയാണ്. പ്രത്യേക ക്ഷണിതാക്കളായ ഡോക്ടർ MP പത്മനാഭൻ, റൊണാൾഡ് ജൂലിയൻ, G ശ്രീരസ് PP തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് MK അയ്യപ്പൻ സ്വാഗതവും CC മനോജ് നന്ദിയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനെ തിരയുന്നതിൽ കർണാടക സർക്കാർ അലംഭാവം പുലർത്തി.